മുഖ്യമന്ത്രി തർക്കത്തിന് പരിഹാരമായാലും മന്ത്രിസഭാ രൂപീകരണം കോൺഗ്രസ് നേതൃത്വത്തിന് കീറാമുട്ടിയായേക്കും. സാമുദായിക സമവാക്യവും സീനിയോറിറ്റിയും നോക്കി മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നത് പ്രതിസന്ധിയാകാനാണ് സാധ്യത. മന്ത്രിസഭയിൽ ഈഴവ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള നീക്കവും തകൃതിയായി നടക്കുന്നുണ്ട്. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ഈ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് തന്നെ വലിയ കീറാമുട്ടിയായി നിലനിൽക്കുന്നു. അതിനിടയിലാണ് ഇനി മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ സാമുദായിക സമവാക്യം, അതുപോലെ തന്നെ ഈ പ്രാദേശികമായിട്ടുള്ള സമവാക്യങ്ങളൊക്കെ അതിൽ വലിയ തരത്തിലുള്ള നിർണായക ഘടകങ്ങളൊക്കെ ആകുകയും ചെയ്യും. അപ്പോൾ ഈ മന്ത്രിമാരെ ഇതിന് സമാന്തരമായി തന്നെ തീരുമാനിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിന് ശേഷം ഇനി മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്ന നടപടികളിലേക്കൊക്കെ ഏത് രീതിയിൽ എങ്ങനെയാകും കടക്കുക? സ്വാതി, മുതിർന്ന നേതാക്കൾ മന്ത്രിസ്ഥാനത്തിനായി നീക്കം ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ചർച്ചകൾ തുടങ്ങിയിട്ടില്ല. അത് മുഖ്യമന്ത്രി ആരാണ് എന്നതിന് തീരുമാനിച്ചതിന് ശേഷമായിരിക്കും ആ ചർച്ചകളിലേക്ക് വരിക. പക്ഷേ കോൺഗ്രസിന് ഇത് വലിയ വെല്ലുവിളിയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് 12 മന്ത്രിമാരായിരിക്കും, സ്പീക്കർ ഉൾപ്പെടെ 12 പേരായിരിക്കും ഉണ്ടാവുക. ആ 11 മന്ത്രിമാരിൽ ആരൊക്കെയാണെന്ന് സംബന്ധിച്ചാണ് ഇനി അറിയേണ്ടത്. എന്തായാലും സാമുദായിക പ്രാതിനിധ്യം കോൺഗ്രസ് എല്ലാ കാലത്തും നോക്കാറുണ്ട്. KPCC പുനഃസംഘടന വന്നപ്പോൾ നമ്മളത് കണ്ടതാണ്. സാമുദായിക സമവാക്യങ്ങൾ എടുത്തു തന്നെയാണ് ആ നേതാക്കൾ തീരുമാനിച്ചതും. എന്തായാലും മന്ത്രിസഭയിലും പ്രാതിനിധ്യം ഉറപ്പിക്കാൻ ചില സമുദായ സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈഴവ പ്രാതിനിധ്യം വേണമെന്ന് ശിവഗിരി മഠം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് 3 പേരെങ്കിലും വേണം എന്നാണ് MLA മാർ വഴി അത് പറയുക. നിലവിൽ 9 MLA മാർ ആ വിഭാഗത്തിൽ നിന്നും ജയിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് 3 മന്ത്രിമാർ വേണമെന്ന്, ആ സാമുദായിക പരിഗണന വേണം എന്നാണ് ആവശ്യപ്പെടുക. ഘടകകക്ഷികളെ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ഘടകകക്ഷികൾ ഭൂരിഭാഗവും ക്രൈസ്തവ സമുദായത്തിലുള്ള ആളുകളായിരിക്കും മന്ത്രി സ്ഥാനത്തേക്ക് വരിക. അങ്ങനെ കോൺഗ്രസ് നിന്നും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ആളുകൾ മന്ത്രിസ്ഥാനത്തേക്ക് വരും. മുതിർന്ന നേതാക്കളെ പരിഗണിക്കണം എന്ന ഒരു ആവശ്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. നിലവിലെന്തായാലും ഒരു MLA മാർ നീക്കം നടത്തുന്നതല്ല, ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല. ചർച്ചയിലേക്ക് വരുമ്പോൾ വലിയ തർക്കങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ശരി.